ഫോക്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയതാ. ഗൈസ്, നമ്മൾ കാട്ടിൽ കണ്ടൊരു ഫോക്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയതാ. ഇപ്പൊ നമ്മൾ നരോട്ടോയുടെ വില്ലേജിലെത്തി. ഇവിടെ ആണെങ്കിൽ എന്തൊക്കെയോ വിചിത്രമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വെച്ച് എങ്ങനെയാ നമ്മുടെ ഫ്രാങ്കിളിന് നരോട്ടോയുടെ പവർ കിട്ടി. ഗൈസ്, ഈ പവർ യൂസ് ചെയ്ത് നമ്മുടെ സിറ്റി എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഹലോ ഗൈസ്, നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ ഡോഗിനെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ചോപ്പിന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ചോപ്പിന് അതിനെ കണ്ടപ്പോ തൊട്ട് ഭയങ്കര ദേഷ്യവാ. ആടാ, പോവാന്നാ ഞാൻ റെഡി ആയിട്ട് വന്നത്. ഗൈസ്, ഈ 2 ഡോഗിനെയും കൊണ്ടുപോയിട്ട് നമ്മൾ ഇന്നൊരു ഹണ്ടിങ്ങിന് പോവാ. ഇവന്മാരിൽ ആരാ ഏറ്റവും കൂടുതൽ നല്ല മുയലിനെയൊക്കെ പിടിച്ചോണ്ട് വരുന്നതെന്ന് നോക്കാൻ വേണ്ടിയാ. ഗൈസ്, നമ്മളിപ്പോ പോകുന്ന എവിടാന്നറിയാവോ? അന്ന് നമുക്കൊരു പാണ്ടായി കിട്ടിയില്ലായിരുന്നോ? ആ സ്ഥലത്തോട്ടാ പോകുന്നത്. എടാ, അത് ഫ്രണ്ട് ആണെങ്കിലും ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാ. ഫോറസ്റ്റുകാർ നമ്മുടെ വീട്ടിൽ കയറും. അപ്പൊ എന്തായാലും 2 ഡോഗിനെ പിടിച്ച് സെറ്റാക്കി നമ്മൾ ഇരുത്തിയിട്ടുണ്ട്. ഇവന്മാർ അടുത്തടുത്തിരിക്കുമ്പോ എനിക്കൊരു പേരുണ്ട്, 2 കൂടെ അടിയിട്ട് ചാവുമെന്ന്. പിന്നെ ഇവന്മാർ 2 സെറ്റായി കാണാം, അതുകൊണ്ടല്ലേ അടുത്തൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ഗൈസ്, എന്തായാലും നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മളിതേ ഇവിടെ എത്തിയിട്ടുണ്ട്. എടാ ചോപ്പേ, നിങ്ങൾ 2 കൂടെ പോയിട്ട് ഏതെങ്കിലും മുയലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിടിച്ചോണ്ടോ. അപ്പോ ഗൈസ്, നമ്മുടെ പുതിയ ഡോഗിന് പേരിട്ടില്ല. ഇവൻ എന്തെങ്കിലും ഒരു പേരിടണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേര് അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. എന്തേ, അവൻ മുയലിനെ പിടിച്ചോ? ഗൈസ്, അവൻ മുയലിനെ പിടിച്ചെന്നാ തോന്നുന്നത്. എടാ ചോപ്പേ, എന്താടാ, എന്തിനു നോക്കിയാ നീ കുരയ്ക്കുന്നത്? ദേ ഓടുന്നു. ഗൈസ്, ഒരു മുയൽ അങ്ങോട്ട് ഓടി. അതിനെ പിടിക്കാൻ വേണ്ടി പോവാ. ചത്തോ ആ മുയല്? നമ്മുടെ മറ്റേ ഡോഗ് എന്തേ? ആ ഡോഗിനെ കാണുന്നില്ലല്ലോ. അതെന്തോ അവിടെ ഒരു വെള്ള കളർ സാധനം നിൽക്കുന്നേ. ഇതിനെ കണ്ടിട്ട് എന്തോ ഫോക്സ് ആണെന്നാ തോന്നുന്നത്. ദേ കുറെ വാലൊക്കെ ഉണ്ടല്ലോ. ഗൈസ്, നമ്മൾ പിന്നെ എന്തോ വെറൈറ്റി സാധനത്തിന് കണ്ടുപിടിച്ചെന്നാ തോന്നുന്നത്. എടാ, അതിനെ കടിക്കാതെ ഇങ്ങോട്ട് മാറിക്കേ. ഇതെങ്ങനെ നമ്മുടെ ചിഞ്ചാന്റെ വോയിസ് മിണ്ടുന്നത്? എന്റെ ലാംഗ്വേജ് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഞാൻ വേറൊരു വേൾഡിൽ നിന്ന് വന്നതാ. ഇവിടെ വന്നപ്പോ ഈ ചെറുക്കന്റെ മൈൻഡ് എനിക്ക് റീഡ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് അവനറിയാവുന്ന എല്ലാ കാര്യവും അറിയാം. അതാ അവന്റെ വോയിസ് ഞാൻ നിങ്ങളോട് മിണ്ടുന്നേ. ഓ, നീ അപ്പൊ അത്രയും പവറുള്ള സാധനമാണോ? നീ എങ്ങനെ ഇവിടെ വന്ന്? ഓ, അതൊക്കെ ഒരു കഥയാ. ഇപ്പൊ പറയാൻ നിന്ന് കഴിഞ്ഞാൽ തീരത്തില്ല. നീ എങ്ങനെങ്കിലും എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യോ എന്റെ വേൾഡിലോട്ട് പോവാൻ വേണ്ടി? ഞാൻ ഹെൽപ്പ് ഒക്കെ ചെയ്യാം, നീ അവിടെ തന്നെ നിക്കി. എനിക്ക് അടുത്തോട്ട് വന്നിട്ട് പേടിയാവുന്നു നിന്നെ കണ്ടിട്ട്. ഗൈസ്, ഞാൻ വിചാരിച്ചു ഇതിനെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാന്ന്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും. ഗൈസ്, ആദ്യം നമുക്ക് ഇവിടെയുള്ള കുറെ ആൾക്കാരൊക്കെ ഓടിച്ചു വിടാം. എടാ, എല്ലാം പോകുന്നില്ലല്ലോ. ചുമ്മാ വെടി വെച്ചാൽ മതി, ആൾക്കാരൊക്കെ ഓടിപ്പൊക്കോളും. എല്ലാം ഓടിയിട്ടുണ്ട്. ഇവന്മാരെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർക്ക് കാണാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തീർന്ന്. കാറിന്റെ മേളിൽ കയറ്റാടാ. എടാ, നീ മേളിൽ കയറി ഇരിക്കത്തില്ലേ? ഗൈസ്, അത് ആദ്യം കേറത്തില്ലെന്ന് പേടിയാന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഞാൻ മേളിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. പതുക്കെ പോവാന്നൊക്കെ പറഞ്ഞാ ഇരുത്തിയേക്കുന്നത്. എടാ, വാ ഷിങ്കാനെ കേറ്. ഇതിനെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അറിയാലോ. ഈ ഫോക്സിന് എന്തോ പവർ ഒക്കെ ഉണ്ട് ഗൈസ്. ഇതാണെങ്കിൽ മേളിൽ കയറി സ്റ്റാച്ചു പോലൊക്കെ ഇരിക്കാന്നൊക്കെയാ പറയുന്നത്. ഇതാകുമ്പോ ആൾക്കാർ കാണുമ്പോഴത്തേന് എന്തോ ഒരു സ്റ്റാച്ചുവിനെ കൊണ്ടുപോകുന്ന പോലെ വിചാരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞാ ഞാൻ ഇതിനെ കാറിന്റെ മേളിൽ കയറ്റിയേക്കുന്നത്. എല്ലാരും ഇറങ്ങിറങ്ങി വീടെത്തിയിട്ടുണ്ട്. ഗൈസ്, സ്റ്റോപ്പ് വന്ന ഉടനെ തന്നെ ഓടി അവന്റെ കൂട്ടിലോട്ട് പോയിട്ടുണ്ട്. ഇവൻ എന്തോ ഭയങ്കര ദേഷ്യ പുതിയ ഡോഗിനെ കണ്ടിട്ട്. നമുക്ക് ഈ ഫോക്സിനെ എന്തായാലും അകത്ത് കൊണ്ടുപോയിട്ട് ഇത് എങ്ങനെയാ വന്നേന്ന് ആദ്യം ചോദിച്ച് മനസ്സിലാക്കണം. എടാ, ഇനി വന്നേ. കുറച്ച് കാര്യങ്ങളൊക്കെ നിന്നോട് എനിക്ക് ചോദിക്കാനുണ്ട്. നീ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങോട്ട് വിശ്വാസമായില്ല. അതെന്തോ ആയിക്കോട്ടെ, ഞാനെന്തായാലും ഇവരുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. ഇത് എങ്ങനെ ഇവിടെ വന്നെന്ന് അറിയണ്ടേ നമുക്ക്? ഗൈസ്, നമുക്ക് ഈ ഫോക്സിന്റെ അടുത്ത് ചോദിക്കാം എങ്ങനെ ഇവിടെ വന്നേന്ന്. എങ്ങനെയാടാ നീ ഇവിടെ വന്നേ? ഞാൻ വേറെ വേൾഡിലുള്ള അറിയാൻ ഇവിടെ വന്നു പോയതാ. ഞങ്ങളുടെ വേൾഡ് ഫുള്ള് നശിച്ചുപോയി. ഇപ്പൊ അവിടെ ഒരു ഡ്രാഗനും ഞാനും പിന്നെ വേറൊരാളും കൂടെ ഉള്ളു. 3 പേരേ ഉള്ളൂ അപ്പൊ മൊത്തത്തില്? നിങ്ങൾ 3 പേരും കൂടെ മാത്രം എങ്ങനെ അവിടെ താമസിക്കുന്നത്? ഞങ്ങളുടെ വേൾഡിലുള്ള എല്ലാവർക്കും ഒരു മാജിക് പവർ കാണും. ആ പവർ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നത്. ശരി, പിന്നെ നീ എന്തിനാ അവിടുന്ന് ഇങ്ങോട്ട് വന്നേ? ഒരു പ്രത്യേക ദിവസമുണ്ട്. ആ ദിവസത്തില് മൂൺ പാതിയെ കാണത്തുള്ളൂ. ആ ദിവസം ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് പുറത്തു പോകരുത്. ഞാൻ അറിയാതെ ഗ്രാമത്തിൽ നിന്ന് വെളിയിൽ വന്ന് അങ്ങനെ ഞാൻ അവിടുന്ന് ഇവിടെ എത്തിപ്പെട്ടു. എങ്ങനെ വന്നെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകാനുള്ള ഒരു വഴി മാത്രം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയാം. അന്നാ നിനക്ക് ആ വഴി കയറി തിരിച്ചു പോയിക്കൂടായിരുന്നോ? അത് എവിടാന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇവിടെ ഒരു മലയുണ്ട്. ആ മലയിൽ ഒരു ഗുഹയുണ്ട്. അതിലാണ് ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള പോർട്ടൽ ഉള്ളതെന്ന് എനിക്ക് അറിയാം. ഞാൻ എല്ലാ മലയും തിരക്കി നടന്ന്, പക്ഷെ എനിക്ക് ആ ഗുഹ മാത്രം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇവിടെ ഈ ഭൂമിയിൽ ഇന്നാണ് ഞാൻ പറഞ്ഞ പ്രത്യേക ദിവസം. ഇന്ന് എനിക്ക് പോവാൻ പറ്റിയാൽ മാത്രമേ ആ പോർട്ടൽ ഓപ്പൺ ആവത്തുള്ളൂ. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഞാനതാ നിങ്ങളുടെ ഹെൽപ്പ് ചോദിച്ചേ. നീ പറഞ്ഞ ഗുഹയ്ക്കകത്ത് എന്തെങ്കിലും ലൈറ്റ് കത്തുവോ? ഞാൻ ഇതിനു മുമ്പ് ഒരു ലൈറ്റ് കത്തുന്ന ഗുഹ കണ്ടായിരുന്നു. പക്ഷെ എനിക്കെന്തോ പേടിയായിട്ട് ഞാൻ അങ്ങോട്ട് പോയി നോക്കിയില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ ഗുഹ കൊണ്ടുപോയി നിന്നെ കാണിക്കാം. എനിക്ക് കറക്റ്റ് ആ ഗുഹ ഏതാന്ന് അറിയത്തില്ല. ഇന്നത്തെ ദിവസം മാത്രമേ എനിക്ക് ഇവിടുന്ന് പോവാൻ പറ്റത്തുള്ളൂ. ഇന്ന് നമ്മൾ ആ ഗുഹ കണ്ടുപിടിച്ചാൽ എനിക്ക് പോവാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ പെട്ടുപോകും. ഫ്രാങ്കിൾ, ഇതിനെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യ്. എനിക്ക് ഇതിനെ കണ്ടിട്ട് വിഷമാവുന്നു. എടാ ഷിങ്കാനെ, ഞാൻ എങ്ങനെ പോയി ഗുഹ കണ്ടുപിടിക്കും?
കണ്ടുപിടിക്കാനാ? നമുക്കറിയാവുന്ന മറ്റേ ഗുഹയില്ലേ, അത് കൊണ്ടുപോയി കാണിച്ചു നോക്കാം. അപ്പൊ എന്തായാലും ഗൈസ് നമ്മൾ ആ ഗുഹയുടെ അവിടോട്ട് പോവാം. ഇതാണെങ്കിൽ ഈ കാറിന്റെ മേളിൽ കയറി നിന്നിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട്. കാറ് കാണാൻ പൊളിഞ്ഞ് താഴെ വീഴുവന്നു. ഭയങ്കര വെയിറ്റ് ആണെന്ന് തോന്നുന്നു. Can I get a free croissant with this card? No. Can I get a